മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. സെയിൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 20 വേഴ്സ് 27. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. അതെ, നമുക്കറിയാം, ഇവിടെ സെബദിപുത്രന്മാരുടെ അമ്മ മക്കൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒരാൾ നിൻ്റെ വലത്തുവശത്ത്, ഒരാൾ നിൻ്റെ ഇടത്തുവശത്തിരിക്കാൻ അർഹത കൊടുക്കണം. അത് പിതാവിൻ്റെ ഹിതമാണ് എന്ന് ഈശോ മറുപടി പറയുന്നെങ്കിലും ഈശോ കാണിച്ചു കൊടുക്കുന്ന വലിയൊരു മാതൃകയാണ്. നിനക്ക് എത്രയും വലുതാകണോ അത് നീ ശുശ്രൂഷയിലൂടെയാണ് അത് കണ്ടെത്തേണ്ടത്. ഒരു അനാഥശാല സന്ദർശിക്കുമ്പോൾ പെട്ടെന്ന് ഒരമ്മച്ചി അടുത്ത് വന്ന് അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അമ്മച്ചി കരഞ്ഞ് കണ്ണുനീര് തോർത്ത് അങ്ങ് പോയി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ലാതെ അത്ഭുതപ്പെട്ട് നിന്നപ്പോൾ അനാഥശാലയിൽ ശുശ്രൂഷ ചെയ്യുന്ന റെവറൻഡ് സിസ്റ്റർ വന്ന ചരിത്രം പറയുകയാണ്. തനിക്കുണ്ടായിരുന്ന ഏക മകൻ പഠിച്ചു മിടുക്കനായി നല്ലൊരു വിവാഹം കഴിച്ചു. ഭാര്യയുമൊത്ത് വിദേശത്ത് അവർ ജോലിയിലാണ്. അമ്മ അവർക്കൊരു ശല്യമായി മാറി. അതുകൊണ്ട് അമ്മയെ അനാഥശാലയിലാക്കിയിരിക്കുകയാണ്. അവരിവിടെ നാട്ടിലെത്തുവാനോ അമ്മയെ കാണാനോ പോലും കൂട്ടാക്കാറില്ല. അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഈ അവസ്ഥാവിശേഷം മനസ്സിലാക്കിയ എനിക്ക് വളരെയേറെ വിഷമമുണ്ടായി. പല കുടുംബങ്ങളിലും മാതാപിതാക്കളെ മറന്ന് മക്കൾ വലുതാകുന്നു. അവരുടെ ജീവിതത്തിലെ ത്യാഗങ്ങൾ, അവർ നമുക്ക് വേണ്ടി എടുത്ത ബുദ്ധിമുട്ടുകളെല്ലാം മറന്നിട്ട് അവരെക്കാൾ വലുതായി മാറുന്നു. അവരെ ഒരു അപമാനമായി തന്നെ തീരുന്ന അവസ്ഥാവിശേഷമുണ്ട്. അങ്ങനെ വിഷമിക്കുന്ന ഈ അമ്മയെപ്പോലെ ധാരാളം കുടുംബങ്ങളിൽ ആളുകൾ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരനുഭവം ഉണ്ടാകുവാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തീർച്ചയായിട്ടും ശ്രേഷ്ഠരാണ്. അവരെ ആദരിക്കണം. അവരെ ജീവിതാവസാനം വരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.